വീഡിയോയിൽ ഇന്ത്യക്കാരുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന പത്രങ്ങളെയും പത്രപ്രവർത്തകരെയും കുറിച്ച് പഠിക്കാം. രണ്ട് കാലഘട്ടമായിട്ട് നമുക്ക് ഇവയെ തിരിക്കാം. സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കാലഘട്ടവും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാലഘട്ടവും. ആദ്യം സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കാലത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. In this class, you can study about the Indian-owned press in pre-independent India. Newspapers owned by Indians had a great role in gaining independence for our country. We had a number of Indian journalists who held their pen as a sword to fight against the British. Let's study about a few of them and their notable contributions in Indian journalism. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് പ്രധാന പങ്ക് വഹിച്ച ഏതാനും ഇന്ത്യൻ പത്രപ്രവർത്തകരെ കുറിച്ചിട്ടാണ് ഇനിയുള്ള ക്ലാസുകൾ. ഇന്ത്യയിലെ നവോത്ഥാന നായകൻ, സാമൂഹിക പരിഷ്കർത്താവ്, കുറച്ചുകൂടെ വ്യക്തമാക്കാം, ബ്രഹ്മസമാജിന്റെ സ്ഥാപകൻ, സതി എന്ന ദുരാചാരം നിർത്തലാക്കാൻ പോരാടിയ വ്യക്തി. ഇദ്ദേഹത്തെ തിരിച്ചറിയാൻ കൂടുതൽ വിശേഷണങ്ങൾ ആവശ്യമില്ലല്ലോ. അതെ, രാജാറാം മോഹൻ റോയ്, the great social reformer Rajaram Mohan Roy. You might wonder what this person has to do with Indian journalism. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൽ ഇദ്ദേഹത്തിന് എന്ത് പങ്കാണുള്ളത് എന്ന് നിങ്ങളൊരു പക്ഷെ ചിന്തിച്ചു കാണും. വിശദമാക്കാം. Rajaram Mohan Roy started 3 journals in India. First one, Sambat Kaumudi in Bengali in the year 1821 from Calcutta. The word Sambat Kaumudi means moon of intelligence. This newspaper actually campaigned for the abolition of Sati. Second one, Miratul Akbar in Persian in the year 1822. That's also from Calcutta. It means mirror of news. This was India's first Persian newspaper. He started a newspaper in Persian as he believed that Persian was the best language to reach the top policy makers of the country. Then the third one, Brahmanical magazine. That was an English language magazine. This was started to counter the religious propaganda of the Christian missionaries of Serampur. Then, what was the motive of Rajaram Mohan Roy behind starting these newspapers? He started these newspapers to advocate the social reforms which he stood for, including the abolition of Sati, equality before law, modern education through English medium, etc. Considering his contributions, he was described by Jawaharlal Nehru as the founder of the Indian press. He was regarded as the father of Indian language journalism and perhaps the first modern real Indian journalist. രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ പത്രങ്ങളുടെ സ്ഥാപകനായിട്ടാണ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം 3 പത്രങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഒന്ന്, സമ്പാദ് കൗമുദി, 1821 കൽക്കട്ടയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ബംഗാളി ഭാഷയിലുള്ള പത്രം. ഇതിനർത്ഥം മൂൺ ഓഫ് ഇൻ്റലിജൻസ്, ബുദ്ധിവൈഭവത്തിൻ്റെ ചന്ദ്രൻ എന്നൊക്കെയാണ് ഇതിനർത്ഥം വരുന്നത്. രണ്ടാമത്തെ പത്രം മിറാത്തുൽ അക്ബാർ, 1822 പേർഷ്യൻ ഭാഷയിൽ കൽക്കത്തയിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചു. മിറർ ഓഫ് ന്യൂസ്, വാർത്തയുടെ കണ്ണാടി എന്നാണ് മിറാത്തുൽ അക്ബറിന്റെ അർത്ഥം. മൂന്നാമത്തെ പത്രം ഏതാണെന്ന് നോക്കാം. ബ്രാഹ്മണിക്കൽ മാഗസിൻ, ഇംഗ്ലീഷ് ഭാഷയിൽ പുറത്തിറക്കിയ പത്രം. ക്രൈസ്തവ മിഷണറിമാർ ഹൈന്ദവർക്കെതിരെ നടത്തുന്ന മതപരമായ പ്രചരണങ്ങൾക്ക് തടയിടാനാണ് അദ്ദേഹം ഈ പത്രം തുടങ്ങിയത്. ഒരു യാഥാസ്ഥിതിക ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം പേർഷ്യനും അറബിക്കുമടക്കം നിരവധി ഭാഷകളിൽ പ്രാവീണ്യം നേടിയിരുന്നു. ഇനി അദ്ദേഹം ഈ പത്രങ്ങളെല്ലാം സ്ഥാപിച്ചതിന് പുറകിലുള്ള ലക്ഷ്യം എന്തായിരുന്നു? സതി നിർത്തലാക്കൽ, നിയമത്തിന് മുന്നിൽ സമത്വം, ഇംഗ്ലീഷ് മാധ്യമമാക്കിയുള്ള ആധുനിക വിദ്യാഭ്യാസം തുടങ്ങി അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്ന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പത്രങ്ങൾ ആരംഭിച്ചത്. അദ്ദേഹത്തെ ആധുനിക കാലത്തെ ആദ്യത്തെ യഥാർത്ഥ പത്രപ്രവർത്തകനായി കണക്കാക്കാം. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകനും പിതാവുമായിട്ടാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ഇതിൽ ഓർത്തു വെക്കേണ്ട 3 കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറയാം. ഒന്ന്, രാജാറാം മോഹൻ റോയുടെ 3 പത്രങ്ങളുടെ പേര്.
സ്പെല്ലിംഗ് തെറ്റാതെ പഠിക്കണം. ഇനി ഈ പത്രങ്ങൾ സ്ഥാപിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ്? അതുപോലെ മൂന്നാമതായി ഓർക്കേണ്ട കാര്യം, അദ്ദേഹത്തെ ഏതെല്ലാം രീതിയിലാണ് വിശേഷിപ്പിക്കുന്നത്? ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഇനി അടുത്തതായി നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ശിശിർ കുമാർ ഘോഷും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും തുടങ്ങിവെച്ച അമൃത ബസാർ പത്രിക എന്ന പത്രത്തെക്കുറിച്ചിട്ടാണ്. 1868 ബംഗാളിലെ ജസോർ ജില്ലയിലെ അമൃത ബസാർ എന്ന ഗ്രാമത്തിൽ നിന്നാണ് പത്രം ആരംഭിച്ചത്. ഇതിൻ്റെ സ്ഥാപകർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ശിശിർ കുമാർ ഘോഷും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും. ബംഗാളി ഭാഷയിൽ ദ്വൈവാരികയായിട്ടായിരുന്നു ആദ്യ നാളുകളിൽ ഇത് പുറത്തിറങ്ങിയത്. അന്ന് ഈ കൊച്ചു പത്രത്തെ ജനങ്ങൾ ഏറെയൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് വേണം പറയാൻ. ഒരു വർഷത്തിന് ശേഷം 1869 അമൃത ബസാർ പത്രിക ഇംഗ്ലീഷിലും കോളങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. മാത്രമല്ല 2 വർഷങ്ങൾക്ക് ശേഷം 1871 പത്രത്തിന്റെ ആസ്ഥാനം അമൃത ബസാർ എന്ന ഗ്രാമത്തിൽ നിന്ന് കൽക്കട്ടയിലേക്ക് മാറ്റി. 1872 മുതൽ ഒരു ദ്വിഭാഷാ വാരികയായി ഇംഗ്ലീഷിലും ബംഗാളിയിലും വാർത്തകളും കാഴ്ചപ്പാടുകളുമൊക്കെ പത്രം പ്രസിദ്ധീകരിച്ചു തുടങ്ങി. 1891 ഇതൊരു ദിനപത്രമായത്. സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണച്ചതിനാൽ നിരവധി തവണ ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലുകൾക്ക് പത്രം വിധേയമായിട്ടുണ്ട്. അതെല്ലാം അതിജീവിച്ച പത്രം നിർഭാഗ്യവശാൽ വൻ കടബാധ്യതകളിൽപ്പെട്ട് 1996 അടച്ചുപൂട്ടേണ്ടി വന്നു. Amrita Bazar Patrika was started as a Bengali weekly by Shishir Kumar Ghosh and his brothers in 1868. It got its name Amrita Bazar as it had begun functioning in a small village named Amrita Bazar in the Jessore district of Bengal. At that time, it did not get much attention of the readers. In 1869, it started publishing columns in English too. After 2 years, in 1871, the paper was shifted from Amrita Bazar to Calcutta. In 1872, it became a bilingual weekly publishing news and views in both English and Bengali. In 1891, it became a daily. It contributed much to the success of Indian freedom movement and was subjected to the suppressive measures of the Britishers. In 1996, the paper was closed down after making huge debts. And that was the end of Amrita Bazar Patrika. Now it's question time.